CPC നമുക്ക് പെട്ടെന്ന് പോവുകയാണ്. താങ്കളുടെ ഇപ്പം ഈ ഒരു പരിപാടിയുടെ പ്രത്യേകിച്ച് താങ്കളുടെ വഴിത്താരയിലൂടെ ഒന്ന് പെട്ടെന്ന് പോകണം. നമുക്ക് താങ്കളുടെ മർമ്മപ്രധാനമായിട്ട് മേഖല ഇപ്പോഴത്തെ ആനുകാലിക രാഷ്ട്രീയമാണെങ്കിൽ പോലും ഒരു പക്ഷേ താങ്കളുടെ പഴയ ജീവിതത്തിലേക്കൊന്ന് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഈ പരിപാടിക്കുണ്ട്. താങ്കൾ വിദ്യാർത്ഥിയായി എറണാകുളത്ത് വരുന്നു. വളരെ തീക്ഷ്ണമായിട്ടൊരു കാലഘട്ടം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു, വിദ്യാർത്ഥി നേതാവാകുന്നു, രാഷ്ട്രീയ നേതാവാകുന്നു. പെട്ടെന്നൊരു പരിണാമം സംഭവിച്ചു. രാഷ്ട്രീയക്കാരനല്ലാതെ എറണാകുളത്തെത്തി രാഷ്ട്രീയക്കാരൻ്റെ വേഷം താങ്കൾ എടുത്തണിയുന്നു. പക്ഷെ ഇതൊക്കെ വീട്ടുകാർ അംഗീകരിച്ചോ? അംഗീകരിച്ചില്ല. ഞാൻ പൊതുപ്രവർത്തകർ ഞാൻ KSC വിദ്യാർത്ഥി, കേരള കോൺഗ്രസ് വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ആളായിരുന്നു. ഞാനന്ന് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ തേവര ഹോസ്റ്റലിൽ താമസിക്കാൻ ചെന്നപ്പോൾ അവിടെ വെച്ചുണ്ടായ ഫസ്റ്റ് ഡേ റാഗിങ് ആയിരുന്നു. പക്ഷേ ഈ റാഗിങ്ങോടൊന്നും എനിക്ക് പുച്ഛം തോന്നി. ഇവനെന്താ ചെയ്യുന്നതെന്ന്. പിള്ളേരിലാണ് കൂടി ഞാൻ തമാശ രൂപത്തിൽ കണ്ടവന്മാരെ. പിന്നെ റാഗി ചെയ്തു. എന്താ ചെയ്തേ? എന്നെ ചെയ്യാത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ചിരിച്ചോണ്ടെങ്കിൽ ഇന്ന് താങ്കൾ പലരെയും ചെയ്യുന്നതൊക്കെ അവരന്ന് ചെയ്തോ? ഇല്ല, ഞാൻ ഇന്ന് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നില്ലല്ലേ. അന്ന് അവർ റാഗി എന്ന് പറഞ്ഞാൽ പെട്ടി പോലും ഇല്ല കൊണ്ടുവന്ന്. ഭയങ്കര ബഹളവും വലിയ മാമൂസ തളിക്കുക, വെള്ളം തളിക്കുക, എനിക്ക് പേരിടും. എന്തായിരുന്നു പേരിട്ടത്? ആ പേര് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സത്യം പറയും. പക്ഷേ ഞാൻ സത്യം പറയും, പക്ഷേ കള്ളം പറഞ്ഞില്ല. ആ പേര് പറയില്ല. എന്താ അത്ര മോശപ്പെട്ട പേരാ? അല്ല, എനിക്കത് കേൾക്കുന്ന ഒരു നാണോ ഇപ്പൊ. പേരിട്ട് ജോർജ് കേക്കട്ടെ, അറിയട്ടെ. അഭ്യർത്ഥിക്കല്ലേ. ആ അഭ്യർത്ഥന വളരെ സ്നേഹത്തോട് ഞാനൊന്ന് നിരസിക്കട്ടെ, പ്ലീസ്. അത്ര മോശപ്പെട്ട പേരായിരുന്നു? അല്ലെന്ന്, അതിനകത്ത് അർത്ഥം സുന്ദരൻ തന്ന്. സുന്ദരൻ? ആ, പക്ഷെ വേറെ വാക്കാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് അത് പറയാൻ ആഗ്രഹിക്കാം. ആ പേര് ഞാൻ കണ്ടുപിടിക്കാൻ ഈ സാർ എൻ്റെ പഴയ സുഹൃത്തു കൂടെ വെച്ച് അറിയാമല്ലോ. എന്തായിരുന്നു പറ്റി ചോദിക്കുക. പക്ഷേ അപ്പം ഞാൻ ഉദാഹരണമായിരുന്നു. ഇങ്ങനെ പിതാവിൻ്റെയും പുത്രനെയും, ക്രിസ്ത്യാനിയുടെ മാംസമൊക്കെ അല്ലേ, പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മ നാമത്തിൽ നിന്നെ ഇന്ന നാമം നിനക്ക് നൽകുന്നു എന്ന് കൈ പ്രാർത്ഥിച്ചിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ കൈകൂപ്പി നിൽക്കുക. ഇവനോടത്ത് ഞാൻ പേടിച്ചിരിക്കുന്നു. ഞാൻ കൈകൂപ്പി നിന്നു. നാമണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ അമ്മ 10 പണ്ണമുണ്ട്. ഞാൻ ഉടനെ ആമ്മേന്ന് ഒറ്റ അടിയൊക്കെ വെച്ച് കൊടുത്തു. അതോടെ ഇമ്മാരി ചമ്മി. അത് കഴിഞ്ഞ് തന്നെ ദേഹണ്ടിച്ച് ചുവന്നുകൊണ്ട് പോയി 2ാം നിലയിലേക്ക്. 33 മുറി തന്നത്. ആ മുറി കയറിയപ്പോൾ ബാഗിൽ ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു അമ്മാവൻ അവിടെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ. അങ്ങനെ അടുത്ത് വന്ന് കഴിയുമ്പോൾ എൻ്റെ പെട്ടി എല്ലാം കിട്ടി. വളരെ സന്തോഷം. പിറ്റേ ദിവസം രാവിലെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരു മേശയിൽ പത്രങ്ങൾ വീഴാം. ആ പത്രത്തിൽ ദീപിക പത്രം കീറിക്കളയും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് കാരണം. അപ്പോൾ ഞാൻ ദീപികയ്ക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞു. അത് വെച്ച് ഒരു സംഘടനത്തിനടുത്തെത്തി. വന്ന് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ നടത്താവും. അപ്പോൾ ഞാൻ സ്ട്രോങ് നിലപാട് സ്വീകരിച്ച് കഴിയുമ്പോഴത്തേന് എന്നെ എതിർത്ത് അവർ സംഭവിച്ചതെന്ന് വെച്ചാൽ വന്ന് കൂടിയ പിള്ളേർ മുഴുവൻ സത്യത്തിൽ എല്ലാം കേരള കോൺഗ്രസ് മെയിൻറ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് KSCയെ പറ്റി ചിന്തിച്ച് KSC ഉണ്ടാക്കിയത്. രാഷ്ട്രീയക്കാരനാണെന്ന് അപ്പോൾ ക്യാമ്പസിൽ വെച്ച് തീരുമാനിച്ചു. ഇനി അങ്ങനെ ആയതാ, ദാറ്റ്സ് ഓട്ടോമാറ്റിക്കൽ. അല്ല, ഞാൻ മനഃപൂർവ്വം രാഷ്ട്രീയക്കാരനായില്ലായിരുന്നെങ്കിൽ ഈ മുതൽ എവിടെയായിരുന്നു? ഞാനൊരു വലിയ ബിസിനസ്സുകാരനാകുമായിരുന്നു. ഓഹോ, സംശയം എന്താ? അതിൽ അഹങ്കാരത്തിനൊരു കുറവില്ല. അഹങ്കാരമൊന്നുമില്ല. വളരെ സ്നേഹത്തോട് പറയാം, ഞാനൊരു ബിസിനസ്സുകാരൻ. അബ്കാരിയാകുമായിരുന്നു? അബ്കാരിലേക്ക് പോകില്ലായിരുന്നു. കാരണം മദ്യം വിഷമാണെന്ന് വിശ്വസിക്കുന്നതിനെ. മദ്യം വിഷമാണ്. മദ്യപിക്കുന്ന പിതാവ് കുടുംബത്തിന് ശത്രുവാണ്. പക്ഷേ മദ്യത്തോട് അങ്ങനെ ഒരു വിരോധമൊന്നും PC ജോർജിന് ഉണ്ടോ? പിന്നെ ഞാൻ എറണാകുളത്ത് പഠിക്കുമ്പോൾ നല്ലവണ്ണം സുഖമായിട്ട് റം അടിക്കുമായിരുന്നു. അതിനുശേഷം അടിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തനം 76-77 ശേഷം അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ടാവും. അളവ് പരിമിതപ്പെട്ടില്ല, നിർത്തി. ഫുൾ സ്റ്റോപ്പ്. ഭാര്യ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞോ? എൻ്റെ ഭാര്യ ആ തങ്കക്കൂടം അങ്ങനെ വരും പറയുമോ? അല്ല, അത് ശരിയല്ല മക്കളെ. അങ്ങനെ ഭാര്യയെ തന്നെ വിളിച്ചതാണോ? ഭാര്യ മാത്രമേ വിളിച്ചുള്ളൂ. ഒരു സരിതേർജും ഇല്ല, പേടിക്കണ്ട.